പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ബുദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്യത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 5 മാർച്ച് 2026 വ്യാഴാഴ്ച, ഈ മാസത്തെ 5-ാമത്തെ ദിവസം, ഈ വർഷത്തെ 64-ാമത്തെ ദിവസം, വലിയ നോയമ്പിലെ 18-ാമത്തെ ദിവസം. ഇന്നത്തെ ധ്യാന വിഷയം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരു ക്രിസ്ത്യാനിയുടെ ശക്തി പ്രാർത്ഥനയാണ്. പ്രാർത്ഥന മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ജീവിതം പ്രാർത്ഥനാ ജീവിതത്തിന് നിദർശനമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. വിശുദ്ധ വേദപുസ്തകത്തിൽ അതിന് നിരവധി തെളിവുകളുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1:35 അതികാലത്ത് ഇരുട്ടോടെ അവൻ പുറപ്പെട്ടു ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു എന്നും 6:46 അവരെ പറഞ്ഞുവിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് പോയി എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിനെ ജീവശ്വാസം പോലെയായിരുന്നു പ്രാർത്ഥന. പുരുഷാരോഹണത്തിന് മുന്നോടിയായി തീവ്രവേദനയോടെ ഗത്സമന തോട്ടത്തിൽ പോയി പ്രാർത്ഥിച്ചതായും നാം കാണുന്നു. ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവിന്റെ പ്രാർത്ഥന കേവലം യാന്ത്രികമായിരുന്നില്ല, സ്വാഭാവികമായിരുന്നു. ഹൃദയങ്ങളിൽ തമ്മിലുള്ള ചേർച്ചയായിരുന്നു. പരിശുദ്ധ പരിമല തിരുമേനി പ്രാർത്ഥനയ്ക്ക് നൽകിയിരിക്കുന്ന നിർവചനം ശ്രദ്ധേയമാണ്. പ്രാർത്ഥന ഈ ലോകത്തെ പലവിധത്തിലും ദൈവത്തിന്റെ പദാരവിന്ദങ്ങളോട് ചേർക്കുന്ന പൊന്നിൻ ചങ്ങലയത്രേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പ്രാർത്ഥന ഈ ലോകത്തെ പലവിധത്തിലും ദൈവത്തിന്റെ പദാരവിന്ദങ്ങളോട് ചേർക്കുന്ന പൊന്നിൻ ചങ്ങലയത്രേ എന്നാണ്. അതായത് സ്വർഗീയ പിതാവുമായുള്ള സംസർഗമാണ് പ്രാർത്ഥന എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവിക കൃപകൾ പ്രാപിക്കുന്നതിനുള്ള മാർഗം പ്രാർത്ഥനയാണ്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കർത്താവ് ശക്തമായി പ്രബോധിപ്പിക്കുന്നു. മടി കൂടാതെയും മുടക്കം കൂടാതെയും ഇടവിടാതെ പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മെ പഠിപ്പിച്ച സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഒരു മാതൃകാ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ 3 ഭാഗങ്ങളുണ്ട്. 1-ാം ഭാഗം ദൈവത്തെ സ്തുതിക്കുകയാണ്. 2-ാം ഭാഗം നമ്മുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ബോധിപ്പിക്കുന്നതാണ്. അവസാന ഭാഗം ദൈവത്തിന് നന്ദി പറയുന്നതാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥന ഏതുവിധമാണെന്ന് ചിന്തിക്കണം. നാം നീതിമാന്മാർ എന്ന് സ്വയം ന്യായീകരിച്ച് ആ പരീശനെ പോലെ പ്രാർത്ഥിക്കരുത്. ചുങ്കക്കാരൻ ദൂരത്തു നിന്ന് സ്വർഗത്തിലേക്ക് നോക്കുക പോലും ചെയ്യാതെ കണ്ണീർ തൂകി പാപിയായ എന്നോട് കനിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചത് നീതീകരിക്കപ്പെട്ടു. കടയിൽ പോയി ആവശ്യമുള്ള സാധനങ്ങളുടെ പട്ടിക നിരത്തുന്നത് പോലെ പ്രാർത്ഥന തരം താണു പോകാതെ നാം ശ്രദ്ധിക്കണം. വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ അതാണ് പരമപ്രധാനമെന്ന് ചിന്തിക്കരുത്. നമ്മുടെ ആവശ്യങ്ങൾ യഥാവധി നിറവേറ്റപ്പെട്ടെങ്കിൽ പ്രാർത്ഥന കൊണ്ട് പ്രയോജനമില്ല എന്ന് കരുതുന്നവരുണ്ട്. അത് ശരിയല്ല. ഒരു വിളക്കിന്റെ തിരിനാമ്പിൽ തങ്ങി നിൽക്കുന്ന വെളിച്ചത്തിന്റെ നാളം വിളക്കിന്റെ തിരിനാമ്പിന്റെ തങ്ങി നിൽക്കുന്ന ആ നാളം നമ്മൾ നോക്കുമ്പോൾ എത്ര മനോഹരമാണ്. ആ സുവർണ ദീപ്തി കണ്ട് ഒരു പൈതൽ അത് പിടിച്ചെടുക്കുവാൻ കൈ നീട്ടുമ്പോൾ ആ കുട്ടിയുടെ സ്നേഹവാനായ പപ്പ ആ കൈ തട്ടിമാറ്റുന്നു. കുഞ്ഞിന് അപ്പോൾ നിരാശയും കരച്ചിലും വന്നേക്കാം. അതുപോലെ നാം പറയുന്ന ചില ആവശ്യങ്ങൾ സ്വർഗീയ പിതാവ് നിഷേധിച്ചു എന്ന് വരാം, എന്നാൽ അത് നമ്മുടെ നന്മയ്ക്കായിരുന്നു എന്ന് പിന്നീട് ബോധ്യമാകും. പ്രാർത്ഥന കൊണ്ട് പ്രധാനമായി ലഭിക്കേണ്ടത് ഹൃദയസമാധാനവും സംതൃപ്തിയുമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശരീരത്തിന് ഭക്ഷണമെന്ന പോലെ ആത്മാവിന് പോഷണത്തിന് പ്രാർത്ഥന അനുപേക്ഷണീയമാണ്. പൈശാചികമായ ശക്തികളോട് പോരാടുവാൻ നാം ഇടപെടാതെ പ്രാർത്ഥിക്കണം. സ്വകാര്യവും പരസ്യവുമായ പ്രാർത്ഥനയുടെ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. 40-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ നമ്മെ തന്നെ നിലനിർത്തുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭയം മാറും, വിദ്വേഷം ഇല്ലാതാകും, സമാധാനം ലഭിക്കും, രോഗസൗഖ്യം പ്രാപിക്കും. പ്രാർത്ഥിക്കരുതെന്ന്
രാജകൽപ്പന ഉണ്ടായിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ ഓർക്കുക. സിംഹക്കുഴിയിലും അവൻ നിർഭയനായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ദൈവം സിംഹങ്ങളുടെ വായടച്ചു എന്ന് നമുക്കറിയാം. അങ്ങനെ ഏത് പ്രതിസന്ധികളിലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയണം. ലോകപ്രസിദ്ധനായ ഇംഗ്ലീഷ് കവി ജോൺ മിൽട്ടൺ അന്ധനായി തീർന്നു. പക്ഷെ അദ്ദേഹം നിരാശനാകാതെ ദൈവകരങ്ങളിൽ തന്നെ താഴ്ത്തി അവൻ ശരണപ്പെട്ട് അവൻ തോൽക്കാതെ മുമ്പോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് നമുക്കറിയാം. അതിന്റെ ഫലമായിട്ട് പാരഡൈസ് ലോട്ടസ് തുടങ്ങിയ കൃതികൾ അവന് എഴുതുവാൻ സാധിച്ചു. ആപത്തും അനർത്ഥവും സംഭവിക്കുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്നവരുണ്ട്. കാര്യസാധ്യത്തിനായി അപ്പോൾ പള്ളിയിൽ പോകും. നേർച്ചകൾ നേരും. കാര്യം നേടിക്കഴിഞ്ഞാൽ ദൈവത്തെ ഓർക്കുകയില്ല. പ്രതികൂല സാഹചര്യങ്ങളിൽ മാത്രം ദൈവത്തെ വിചാരിച്ച് കരയുന്നതല്ല പ്രാർത്ഥന. സുഖസൗകര്യങ്ങളിൽ ജീവിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവവുമായി ബന്ധപ്പെടണം. പ്രാർത്ഥന ഒരു ജീവിത ചര്യ ആകണം. അനുദിന ജീവിത അനുഭവങ്ങളെ ദൈവത്തിന്റെ കണ്ണിലൂടെ കാണുവാനുള്ള വരമാണ് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നത്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. 127 സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനയില്ലാത്ത അധ്വാനിക്കുന്നതിനേക്കാൾ പ്രാർത്ഥിച്ച് കൃപ നേടി പ്രവർത്തിക്കുമ്പോഴാണ് ഒരുവനെ ജീവിത വിജയം നേടുവാൻ സാധിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ ആത്മീയമായ പുതുശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവിന്റെ നിറവും വരദാനവും ജീവിതത്തിൽ ഉടനീളെ ഉണ്ടാകും. എന്നാൽ എല്ലാ പ്രതികൂലങ്ങളും ഇല്ലാതാകാനല്ല പ്രാർത്ഥിക്കേണ്ടത്, അതിനെ അതിജീവിക്കുവാനുള്ള ശക്തിക്കായി പ്രാർത്ഥിക്കണം. പൗലോസ് ശ്ലീഹാ തന്റെ ശരീരത്തിലെ ശൂലം നീക്കുവാൻ പ്രാർത്ഥിച്ചെങ്കിലും എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് കർത്താവിന്റെ വാക്കുകൾ അവൻ കേട്ടു. വിശുദ്ധ അഗസ്തീനോസ് യൗവനകാലത്ത് ദുർമോഹങ്ങൾക്കും വെറിക്കൂത്തുകൾക്കും അടിമയായി ജീവിച്ചു. മാതാവ് മോണിക്ക മകനു വേണ്ടി പ്രാർത്ഥിച്ചു. ഉപരിപഠനാർത്ഥം മകൻ റോമിലേക്ക് പോകുമെന്ന് കേട്ടപ്പോൾ അമ്മ ഏറെ ദുഃഖിച്ചു. റോമിൽ ചെന്നാൽ അവൻ കൂടുതൽ വഷളാകുമെന്ന് ഭയപ്പെട്ടു. രാത്രി മുഴുവൻ അവന്റെ റോമൻ യാത്ര മുടക്കുവാൻ പ്രാർത്ഥിച്ചു. മകൻ കപ്പൽ കയറുമ്പോൾ കടൽ തീരത്ത് മുട്ടിൽമേൽ നിന്ന് പ്രാർത്ഥിച്ചു. എങ്കിലും ആ യുവാവ് റോമിലെത്തി ബിഷോപ്പ് ആംബ്രോസുമായി പരിചയപ്പെട്ടത് ഒരു വഴി തിരിവായി. സകല പാപ വഴികളും ഉപേക്ഷിച്ച് ക്രിസ്തുവിനായി സ്വയം സമർപ്പിച്ച ഏറെ അറിയപ്പെടുന്ന വിശുദ്ധനും ക്രിസ്തു പണ്ഡിതനുമായി. സകല പ്രാർത്ഥനയ്ക്കുമുള്ള ഉത്തരമായി ദൈവം പറയുന്നു, മകനെ, എൻ്റെ കൃപ നിനക്ക് മതി. ആ കൃപ ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വലിയ നോമ്പിൽ നാം ഓരോരുത്തരും നമ്മളെ തന്നെ ദൈവത്തിൻ്റെ മകനായി മകളായി ജീവിക്കത്തക്കവണ്ണം നമ്മെ തന്നെ തിരുത്തുന്നുവെങ്കിൽ നാം ഈ നോമ്പ് നമുക്ക് ഒരു വളരെ ഉപകാരപ്രദമായത് ആയിത്തീരും. ഇത്രയും നാൾ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നല്ല, ഇനിയുള്ള കാലം ഞാൻ എങ്ങനെ ജീവിക്കണം എന്നാണ് നാം ഓരോരുത്തരും എടുക്കേണ്ടതായ തീരുമാനം. അതിനുവേണ്ടി ഈ വലിയ നോമ്പ് ഒരു കാരണമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.